ഹായ് ഓൾ, DSRസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. സോ ഈ സെഷനിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഡിസൈൻ പ്രോബ്ലമാണ്. സോ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? എ സിംപ്ലി സപ്പോർട്ടഡ് റെക്ടാങ്കുലർ ബീം ഓഫ് എഫക്റ്റീവ് സ്പാൻ 7 meter ഈ സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 20 kN per meter. Okay, inclusive of self weight of the beam. Determine the depth of the beam. ഓക്കെ, ഡെപ്ത് ഓഫ് ദ ബീം കാണണം. അതുപോലെ തന്നെ ആൻഡ് ഏരിയ ഓഫ് സ്റ്റീൽ, അല്ലേ, ഏരിയ ഓഫ് സ്റ്റീൽ ഫോർ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഇൻ ഫ്ലെക്ഷൻ എന്ന് വെച്ചാൽ ടെൻസൈൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അവിടെ ചോദ്യം. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത് M20 ഗ്രേഡ് കോൺക്രീറ്റ്, അതുപോലെ തന്നെ FE 415 ഗ്രേഡ് സ്റ്റീലുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അസ്യൂം ബ്രെഡ്ത്ത് ഓഫ് ദ ബീം ആസ് 250 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്? നമുക്കൊരു ബീമുണ്ട്, അല്ലേ, സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. സോ ഇങ്ങനെയുള്ള ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. ആ ബീമിൻ്റെ മുകളിൽ ഒരു UDL ആണ് വന്നിട്ടുള്ളത്. സോ ആ UDL ഇൻക്ലൂഡിങ് ദ സെൽഫ് വെയിറ്റ് ഓഫ് ബീം, ബീമിൻ്റെ സെൽഫ് വെയിറ്റ് അടക്കം വന്നിട്ടുള്ള ആ ഒരു UDLൻ്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എത്രയാണത്? അത് 20 kN per meter ആണ്, അല്ലേ, 20 kN per meter. അതോടൊപ്പം തന്നെ ബീമിൻ്റെ സ്പാൻ പറഞ്ഞിട്ടുണ്ട്, എത്രയാണത്? 7 meter ആണ്. സോ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ചോദ്യം? നമുക്ക് ബീമിൻ്റെ ഡെപ്ത് കാണാൻ ചോദിച്ചിട്ടുണ്ട്, അല്ലേ, ബീമിൻ്റെ ഡെപ്ത് കാണണം. അതോടൊപ്പം തന്നെ ബീമിൻ്റെ വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, 250 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടത് എന്താണ്? ഈ ബീമിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഒരു റെയിൻഫോഴ്സ്മെൻറ്റ് ബാർ, അതിൻ്റെ ഡീറ്റെയിൽസ്, അത് നമ്മൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്, എത്ര എണ്ണം ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡയാമീറ്റർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെ, ഏതൊക്കെ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുക എന്നുള്ളത് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഓക്കെ, ഇത്തരം സ്റ്റെപ്പുകളാണുള്ളത്. നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് തന്നിട്ടുള്ളത് ലോഡാണ്, അല്ലേ, UDL ആണ് തന്നിട്ടുള്ളത്. ആ UDL സെൽഫ് വെയിറ്റ് എന്ന് വെച്ചാൽ അത് സർവീസ് കണ്ടീഷനാണ്. സോ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റണം. സോ ഫാക്ടേർഡ് ലോഡാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലേ. നമ്മൾ നോർമലി എടുക്കുന്ന ആ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് വെച്ചാൽ അത് 1.5 ആണ്. സോ നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു 20 kN per meter എന്നുള്ള UDL എന്ത് ചെയ്യണം? ആദ്യം 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാക്ടേർഡ് ലോഡ് കിട്ടുക. ആ ഫാക്ടേർഡ് ലോഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബീം എപ്പോഴും എന്തിനു വേണ്ടി നമ്മൾ മീൻസ് ഡിസൈൻ ചെയ്യുക? അത് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലേ, അൾട്ടിമേറ്റ് മൊമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ബെൻഡിങ് മൊമെൻറ്റ്, ആ ഒരു UDL കാരണമുള്ള ആ ബീമിൽ വന്നിട്ടുള്ള മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് എത്രയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. സോ നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്, അല്ലേ. നമുക്ക് ഇത്തരത്തിലൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ UDL വന്നു കഴിഞ്ഞാൽ, അല്ലേ, അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം നമ്മൾ TSൽ പഠിച്ചിട്ടുണ്ട്, അല്ലേ. ഈ രീതിയിലാണ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരിക. അതിൽ ഈ ഒരു മാക്സിമം വാല്യൂ കൂടെ നമുക്ക് അറിഞ്ഞിരിക്കണം. അത് എത്രയാണ്? ഇത് WL²/8 ആണ്. സോ ഇതൊരു ബേസിക് കാര്യം അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാലേ കഴിയുള്ളൂ, അല്ലേ. ഈ ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻറ്റ് കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡാറ്റ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. സോ പിന്നെ അടുത്തത് XUmax/D ആണ്. XUmax/D നമുക്ക് കോഡിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ, പേജ് നമ്പർ 70 നമുക്ക് XUmax/D കിട്ടും. എന്ത് വെച്ചിട്ട് നമ്മൾക്ക് അത് പറയുന്നത്? അത് ഗ്രേഡ് ഓഫ് സ്റ്റീലിന് ബേസ് ചെയ്തിട്ടാണ് പറയാം. സോ ഗ്രേഡ് ഓഫ് സ്റ്റീൽ, അല്ലേ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് FIയുടെ വാല്യൂ 415 ആണ്. സോ FIയുടെ വാല്യൂ 415 ആവുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വന്നിട്ടുള്ള XUmax/Dയുടെ വാല്യൂ നമുക്ക് കോഡിൽ നോക്കി കിട്ടും, അല്ലേ. പേജ് നമ്പർ 70 കൊടുത്തിട്ടുണ്ട്, 0.48 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മൾ ഈ ബീം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് സെക്ഷൻ ആയിട്ടാണ് ഡിസൈൻ ചെയ്യുക. സോ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ MU, അല്ല, ഈ MU എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ള ഫാക്ടേർഡ് ബെൻഡിങ് മൊമെൻ്റ് ആണ്. അത് എങ്ങോട്ടേക്ക് ഇക്വേറ്റ് ചെയ്യും? MU ലിമിറ്റിലോട്ട് ഇക്വേറ്റ് ചെയ്യും. സോ MU ലിമിറ്റിന് ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അല്ലേ, അതും IS കോഡിൽ നിന്ന് കിട്ടും. പേജ് നമ്പർ 96 ആ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കും, അല്ലേ. അതിൽ ഡെപ്ത് നമുക്ക് അറിയില്ല, ആ ഡെപ്തിൻ്റെ D അതുപോലെ തന്നെ നമ്മൾ അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ഇതെന്ത് ചെയ്യും? ഈ രണ്ട് ടേംസ്, അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യും. ആ രണ്ട് വാല്യൂസ് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡെപ്ത് കിട്ടും. സോ നമുക്ക് ഫസ്റ്റ് അല്ലെങ്കിൽ ബീമിൻ്റെ സെക്ഷൻ്റെ ഡെപ്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് സ്റ്റീൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇക്വേറ്റിംഗ് ടോട്ടൽ കംപ്രഷൻ ടു ടോട്ടൽ ടെൻഷൻ. അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? AST, അല്ലെ. ആ AST എന്ന് വെച്ചാൽ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീലാണ് കിട്ടുക. പിന്നെ അതിൽ നമ്മൾ എന്തെങ്കിലും മീൻസ് നമ്പർ ഓഫ് ബാർസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയാമീറ്റർ ബാറാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. ആ അസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ എത്ര നമ്പർ ഓഫ് ബാർസ് അവിടെ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതും കണ്ടെത്താനായിട്ട് പറ്റും. സോ ഇത്രയും സ്റ്റെപ്പുകളാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഉള്ളത്. സോ ഒന്ന് നോക്കാം. സോ നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലേ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാക്ടേർഡ് ലോഡ് കാണുക എന്നുള്ളതാണ്. സോ സർവീസ് ലോഡ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 20 kN ആണ്. സോ ആ സർവീസ് ലോഡിനോട് കൂടെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ആയിട്ടുള്ള 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 20 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് 30 kN എന്നുള്ള വാല്യൂ കിട്ടും. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം? ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂ കാണാം, അല്ലേ. ഡിസൈൻ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം
ബെൻഡിങ് മൊമെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഓർത്തിരിക്കുക. നമുക്ക് ബീമിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഇങ്ങനെയാണ് വരിക, UDL സിംപ്ലി സപ്പോർട്ട് ബീമിൽ UDL വരുമ്പോൾ, എന്നിട്ട് ഈ വാല്യൂ ആണ് എന്ത്, അത് WL²/8 എന്നുള്ള വാല്യൂ ആണ് അവിടെ വരിക അല്ലേ. അതിൽ L എന്ന് വെച്ചാൽ എന്താ, ലെങ്ത് ഓഫ് സ്പാൻ ആണ്. W എന്ന് വെച്ചാൽ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ള ഈ 30 എന്നുള്ളത് വാല്യൂ കൊടുക്കുക. സോ 30 × 7² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 183.75 kN/m എന്ന് കിട്ടും. പിന്നെ അതിനെ Nm/ലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് × 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഇതാണ് MU. ഓക്കെ, അപ്പോൾ നമുക്ക് MU കിട്ടിയിട്ടുണ്ട്, MU ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, XUmax/d ആയിരുന്നു അല്ലേ. XUmax/d നേരത്തെ പറഞ്ഞ പോലെ തന്നെ IS കോഡിൽ പേജ് നമ്പർ 70 അത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു പേജിൽ അല്ലെങ്കിൽ ഈ ഒരു താഴ്ഭാഗത്തൊരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഗ്രേഡ് ഓഫ് സ്റ്റീൽ 415 ആയിരുന്നു. 415 കറസ്പോണ്ടിങ് ആയിട്ടുള്ള XUmax/dയുടെ വാല്യൂ എന്ന് വെച്ചാൽ അത് 0.48 ആണ്. സോ അതിവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് 0.48. ഓക്കെ ആണല്ലോ. ഇനി ഡിസൈൻ ബീം ആസ് എ ബാലൻസ്ഡ് സെക്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ ബീം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഡിസൈൻ ചെയ്യേണ്ടത്, സോ MU = MU ലിമിറ്റ് ആക്കി എടുക്കണം. സോ MU ലിമിറ്റിൻ്റെ ഇക്വേഷനും നമുക്ക് IS കോഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ പറഞ്ഞ പേജ് നമ്പർ 96 കേട്ടോ. പേജ് നമ്പർ 96 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കാണാനായിട്ട് പറ്റും. MU ലിമിറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, 0.36 XUmax/d × 1 - 0.42 XUmax/d × BD² FCK. സോ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ XUmax/dക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 0.48 എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുക, ഇവിടെയും കൊടുക്കുക, അതുപോലെ തന്നെ ഈ ഭാഗത്തും 0.48 എന്ന് കൊടുക്കുക. പിന്നെ 0.36 എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലെ, 0.42 കോൺസ്റ്റൻ്റ് ആണ്. B അല്ലെ, ബ്രെഡ്ത്ത് എത്രയാണ്, 250 എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെപ്ത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, അത് ആ D² അതുപോലെ തന്നെ അവിടെ എക്സ്പ്രഷനിൽ ഇടുക. ബാക്കി FCK എന്ന് വെച്ചാൽ എന്താണ്, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആണ്. സോ അത് 20 ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുക, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്, അതിന് താഴെ കൊടുത്ത് നോക്ക്. FCK 20, വിഡ്ത്ത് 250 ഉണ്ട്, ഡെപ്ത് നമുക്ക് അറിയില്ല. സോ അത് ഡെപ്ത് D² അതുപോലെ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. പിന്നെ അഗെയിൻ XUmax/d 0.48 ആണ്, 1 - 0.42 × 0.48. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് 689.75 D² എന്നുള്ള എക്സ്പ്രഷനാണ് കിട്ടുക. ഇതെന്താണ്, MU ലിമിറ്റാണ്. ഓക്കെ, സോ ഈ MU ലിമിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ കണ്ടെത്തിയിട്ടുള്ള MUക്ക് ഇക്വേറ്റ് ചെയ്യും. സോ നമ്മൾ നേരത്തെ അല്ല, തൊട്ട് മുന്നേ ഇവിടെ MU കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, എത്രയാണത്, 183.75 × 10⁶ ആണ്. അതിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. അതിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ ഡെപ്തിന് ഒരു എക്സ്പ്രഷൻ കിട്ടും, അല്ലെങ്കിൽ അതിനൊരു വാല്യൂ കിട്ടും. സോ അതാണ് ഇവിടെ അടുത്ത സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. നോക്ക്, we have MU = 183.75 × 10⁶ Nm. സോ അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, 183.75 × 10⁶ = 689.75 D². എന്നിട്ട് അതിൽ നിന്ന് ഡെപ്ത് കണ്ടെത്തുക, സ്ക്വയർ റൂട്ട് എടുത്തിട്ട് എത്ര വരുന്നത്, 516 mm അല്ലെ, 516 പോയിന്റ് സംതിങ് ഉണ്ട്, അത്രയും MM ആണ് നമുക്ക് വന്നിട്ടുള്ള ഡെപ്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എഫക്റ്റീവ് ഡെപ്ത് ആണ് അല്ലെ. നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഫക്റ്റീവ് ഡെപ്ത് എന്താണ്, അതുപോലെ തന്നെ ഓവറോൾ ഡെപ്ത് എന്താണെന്നുള്ളത് അല്ലേ. നമുക്കറിയാം ഈ റെയിൻഫോഴ്സ്മെന്റ് ബാർസ് ഇവിടെ ഉണ്ടാവും. ആ റെയിൻഫോഴ്സ്മെന്റ് ബാറിന്റെ സെൻറ്ററിക്ക് ഈ ബീമിന്റെ ടോപ്പിൽ നിന്നുള്ള ദൂരം, അതിനാണ് നമ്മൾ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയാം. നേരെ മറിച്ച് ഈ ബീമിന്റെ ടോപ്പിൽ നിന്ന് താഴത്തോട്ടുള്ള ദൂരത്തിനെ നമ്മൾ എന്ത് പറയും, ഇതിന് ഓവറോൾ ഡെപ്ത് എന്നാണ് പറയുന്നത്. അത് നമ്മൾ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഇക്വേഷനൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതാണ് അല്ലെ, എഫക്റ്റീവ് ഡെപ്ത് ആണ് യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എഫക്റ്റീവ് ഡെപ്ത് 516 അല്ലെങ്കിൽ 516 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾ അതിനൊരു റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രൊവൈഡ് എഫക്റ്റീവ് ഡെപ്ത് ഓഫ് 520 mm എഫക്റ്റീവ് ഡെപ്ത് കൊടുക്കുക, ആൻഡ് ഓവറോൾ ഡെപ്ത് ഓഫ് 540 mm അതും കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എഫക്റ്റീവ് ഡെപ്ത് ആക്കി എടുത്തിട്ടുള്ളത് എത്രയാണ്, 520 mm ആണ്. അതുപോലെ തന്നെ ഓവറോൾ ഡെപ്ത് 540. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എഫക്റ്റീവ് കവറായിട്ട് ഒരു 20 mm കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡാറ്റാസ് ഇപ്പോൾ നമുക്ക് കിട്ടി. സോ നമുക്ക് എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യനിൽ വേണ്ടുന്ന അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ടായത് 2 കാര്യങ്ങളാണ് അല്ലേ. പ്രധാനമായിട്ട് ബീമിൻ്റെ സെക്ഷൻ ഡീറ്റെയിൽസ്, എന്ന് വെച്ചാൽ ആ ബീമിൻ്റെ വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഡെപ്ത് കാണേണ്ടതുണ്ടായിരുന്നു. സോ നമ്മളിവിടെ ഈ ഒരു ഇത്രയും നമ്മൾ ചെയ്ത സമയത്ത് നമുക്ക് ബീമിൻ്റെ ഡെപ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ബീമിൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീലിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് എത്ര ഏരിയ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. സോ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അടുത്ത ഭാഗത്തേക്ക് പോവാം. സോ ടു ഫൈൻഡ് AST അല്ലേ. AST എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്, A എന്ന് വെച്ചാൽ ഏരിയ അല്ലേ, S എന്ന് വെച്ചാൽ എന്താണ്, സ്റ്റീൽ, T എന്ന് പറയുമ്പോൾ അത് ടെൻസൈൽ സൈഡാണ് കേട്ടോ. ടെൻസൈൽ ST കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള സ്റ്റീലിന് മാത്രമല്ല, അല്ലെങ്കിൽ സ്റ്റീൽ അങ്ങനെ മനസ്സിലാക്കി വെക്കരുത്. S സ്റ്റീലിനാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. T എന്ന് വെച്ചാൽ ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ T ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
സോ നമുക്ക് ഇക്വേറ്റിംഗ് ടോട്ടൽ കംപ്രഷൻ ടു ടോട്ടൽ ടെൻഷൻ. അപ്പോൾ കംപ്രഷൻ ഫോഴ്സും ടെൻഷൻ ഫോഴ്സും അല്ലെങ്കിൽ ടെൻസൈൽ ഫോഴ്സും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. അത് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് AST കിട്ടുക. സോ അതിനൊരു എക്സ്പ്രഷൻ ഉണ്ട്. എഗെയിൻ നമ്മുടെ ആ ഒരു കോഡിൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. XU/D എന്ന് പറഞ്ഞ ആ ഒരു എക്സ്പ്രഷൻ ഇല്ലേ പേജ് നമ്പർ 96. ഈ എക്സ്പ്രഷൻ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക AST കാണുക. സോ ഇതിൽ നമുക്ക് AST അറിയില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക AST കണ്ടെത്തുക. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇക്വേറ്റ് ചെയ്തു 0.87 FY AST ഈക്വൽ ടു 0.36 FCK B ഇൻറ്റു XU മാക്സ് കൊടുക്കുക. സോ എഗെയിൻ ASTക്ക് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുക. എന്ത് ചെയ്യും 0.36 FCK ഇൻറ്റു B ഇൻറ്റു XU മാക്സ് ആണ് അവിടെ ഉണ്ടാവുക. അതിനെ ബൈ D ചെയ്യുക. ഓക്കെ, XU മാക്സ് ബൈ D എന്ന് ചെയ്യുക. എന്നിട്ടൊരു D കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കാരണം എന്താണ്, നമുക്ക് ഈ ഒരു വാല്യൂ നമുക്കറിയാം അല്ലെ. XU മാക്സ് നമുക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ XU മാക്സ് ബൈ D എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയാം. നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു കോഡിൽ നിന്ന് കിട്ടിയത് അല്ലേ. പേജ് നമ്പർ 17 നമുക്ക് 0.48 എന്ന് കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതി വാല്യൂസ് അല്ലേ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 0.36 പിന്നെ FCKക്ക് പകരം 20 എന്ന് എഴുതി. ബ്രെഡ്ത്ത് എത്രയാണ് 250 ആണ്. അതുപോലെ തന്നെ XU മാക്സ് ബൈ Dക്ക് പകരം 0.48 എന്ന് എഴുതി. എഗെയിൻ ഡെപ്ത് അല്ലെ, എഫക്റ്റീവ് ഡെപ്ത് എത്രയാണ് കൊടുത്തിട്ടുള്ളത് 520 ആണ്. ഓക്കെ, MM തന്നെയാണ് കൊടുക്കേണ്ടത്, മീറ്റർക്ക് മാറ്റേണ്ട ആവശ്യമില്ല. സോ പിന്നെ താഴെ ഡിനോമിനേറ്ററിൽ എന്താ ഉള്ളത് 0.87 ഇൻറ്റു FY എന്ന് വെച്ചാൽ 415 ആണ്. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ ഇത്രയും ഏരിയ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ആ ഒരു ബീമിൽ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. മിനിമം ഏരിയ ഓഫ് ടെൻസൈൽ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. എത്രയാണ് 1244 mm² കൊടുത്തിരിക്കണം. സോ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ ഏരിയ ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ ഏത് ബാറാണ് യൂസ് ചെയ്യുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. സോ അതാണ് അടുത്ത സ്റ്റെപ്പിൽ പറഞ്ഞിട്ടുള്ളത്. നോക്ക്, നമ്മളിപ്പോൾ അസ്യൂം ചെയ്തു അല്ലേ, ഒരു ഏകദേശം 20 അല്ലെങ്കിൽ 25 mm അതോ അല്ലെങ്കിൽ 16 mm ഒക്കെയാണ് കൊടുക്കുക. അപ്പോൾ 16 mm ഇത്രയും ഏരിയാസിൽ വരുന്ന സമയത്ത് വളരെ അധികം എണ്ണം കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതിന് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള 25 mm നമ്പർ ഓഫ് 25 mm ഡയാ ബാർസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്രൊവൈഡ് 25 mm ഡയാ ബാർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അസംഷൻ ആണ് കേട്ടോ, അസംഷൻ ആക്കിയിട്ട് എടുത്താൽ മതി. അങ്ങനെ നമ്മൾ 25 mm ബാറാണ് പ്രൊവൈഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എത്ര എണ്ണം കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അടുത്ത പറഞ്ഞിട്ടുള്ളത്. സോ നമ്പർ ഓഫ് ബാർസിൻ്റെ ഇക്വേഷൻ എന്താണ്, ASD ബൈ AST. സോ ഈ AST എന്താണ്, നമ്മൾ നേരത്തെ കണ്ടെത്തിയ AST അല്ലേ, 1244 അല്ലേ, എത്ര നിലയുന്ന വാല്യൂ, യെസ് 1244 mm² ഏരിയ ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഈ ഡിനോമിനേറ്ററിൽ കൊടുത്തുള്ള ഈ AST എന്താണ്, ഒരു 25 mm ബാറിൻ്റെ ഏരിയ ആണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ഇടുക, π/4 ഇൻറ്റു 25² ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഒരു 25 mm ബാറിന് എത്ര ഏരിയ ഉണ്ട് അത് ഡിവൈഡ് ചെയ്തതിന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം, 1244 അല്ലേ, ടോട്ടൽ ഏരിയനെ കൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, നമുക്ക് എത്ര എണ്ണം ബാറുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ 1244 ഡിവൈഡ് ബൈ ആ ഏരിയ ഓഫ് 125 mm ഡയാ ബാർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ് 2.53 എന്ന് കിട്ടി. സോ നമുക്കറിയാം ഒരു 2 പോയിന്റ് അല്ലേ, പോയിന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്കത് റൗണ്ട് ചെയ്യാം, നെക്സ്റ്റ് ഇൻറ്റിജർക്ക് റൗണ്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 3 എന്ന് കിട്ടും. നമ്മൾ എന്ത് ചെയ്യാം, 3 നമ്പർ ഓഫ് ബാർസ് അല്ലെങ്കിൽ 3 25 mm ബാർസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യും. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്, പ്രൊവൈഡ് 3 ബാർസ് ഓഫ് 25 mm ഡയമീറ്റർ ഗിവിങ് ആൻ ഏരിയ ഓഫ് 1472 എന്നാവും അല്ലേ. നേരത്തെ നമുക്ക് ഉണ്ടായിരുന്ന 1244 ആണ്, പക്ഷേ ഇവിടെ 1472 കിട്ടും. കാരണം എന്താ, നമ്മളിവിടെ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. സോ 3 ഇൻറ്റു π/4 ഇൻറ്റു 25² ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാല്യൂ ആണ് കിട്ടും. സോ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാനുണ്ടായിരുന്നത്. സോ അതിനുശേഷം വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ വേണമെങ്കിൽ ആ ബീം കൂടെ ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാം കേട്ടോ. ബീം ഇങ്ങനെ വരയ്ക്കാം. ബീമിൻ്റെ വിടുത്ത് നമുക്ക് നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 250 എന്ന് കാണിക്കാം. പിന്നെ ഈ 3 എന്ത് ചെയ്യാം, 25 mm ബാർസ് പ്രൊവൈഡ് ചെയ്ത് കാണിക്കുക. അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് കാണിക്കുക അല്ലെ, എഫക്റ്റീവ് ഡെപ്ത് 520 ആയിരുന്നു. പിന്നെ ഇത് ഈ ഒരു ബാറിൻ്റെ കാര്യം കാണിക്കുക, 3 നമ്പേഴ്സ് ഓഫ് 25 mm ഡയ. ഇത്രയും കാര്യങ്ങൾ കൂടെ നിങ്ങൾ കാണിച്ചു വെക്കുക, എന്നാൽ എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത സ്റ്റെപ്പുകൾ ഒന്നുകൂടെ പറയാം. നമുക്കിവിടെ 2 കാര്യങ്ങൾ ഇതിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ടായിരുന്നത് അല്ലേ. ഏതൊക്കെയായിരുന്നു, ഒന്ന് ബീമിൻ്റെ ഡെപ്തും അതോടൊപ്പം തന്നെ ബീമിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയയും. സോ ആദ്യം നമ്മൾ ഡെപ്ത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ, ഫസ്റ്റ് 2 സ്റ്റെപ്പ് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, ഫാക്ടേഡ് ലോഡ് കണ്ടു. ആ ഫാക്ടേഡ് ലോഡ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ള ഫാക്ടേഡ് മൊമെൻറ്റ് അല്ലേ, മൊമെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് WL²/8 എന്നുള്ള വാല്യൂ പഠിച്ചിരിക്കാം. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞിട്ടുള്ളത്,
ഈ ഒരു XU max by D എന്ന് പറഞ്ഞ വാല്യൂ അത് നമുക്ക് കോഡിൽ നിന്ന് കിട്ടും. അത് എത്രയായിരുന്നു? 0.48 ആയിരുന്നു. പിന്നെ MU ഈക്വൽ ടു MU ലിമിറ്റോട്ട് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡെപ്തിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. അത് അല്ലെങ്കിൽ അതിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡെപ്ത് നമുക്ക് അവിടെ കിട്ടും. സോ ആ ഡെപ്ത് കിട്ടിയത് ജസ്റ്റ് അതിനൊന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതാം. റൗണ്ട് ചെയ്തിട്ട് എഴുതുമ്പോൾ 516 എന്നുള്ളത് 520 ആക്കിയിട്ട് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അത് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഓവറോൾ ഡെപ്തും അവിടെ ഒരു എഫക്റ്റീവ് കവർ അസ്യൂം ചെയ്തിട്ട് അതും കാണിക്കുക. അതാണ് ഇവിടെ 540 കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഏരിയ ഓഫ് ടെൻസൈൽ റീൻഫോഴ്സ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ കംപ്രഷൻ ഫോഴ്സ് ഈക്വൽ ടു ടോട്ടൽ ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുക. അത് നമുക്ക് ആ എക്സ്പ്രഷനിൽ തന്നെ കിട്ടും. അല്ലെ പേജ് നമ്പർ 96 ആ ഒരു എക്സ്പ്രഷൻ വഴി നമുക്ക് AST അവിടെ കണ്ടെത്താനായിട്ട് പറ്റും. സോ നമുക്ക് അവിടെ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടും. ആ ടോട്ടൽ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഒരു 25 mm ബാറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എത്ര എണ്ണം 25 mm ബാർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ നമ്പേഴ്സും കിട്ടും. സോ ഇത്രയാണ് ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പാർട്ട് സിയിൽ വരുന്ന ആ ഒരു 7 മാർക്ക് ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. അടുത്ത സെഷനിൽ നമുക്ക് പുതിയൊരു ക്വസ്റ്റ്യനായിട്ട് കാണാം. താങ്ക്സ്.